morning, my dear students. After our exam, we began to start our 6th lesson. Communication through the internet is our 6th lesson. Okay, all of you take page number 80. Page number 80. Communication through the internet, that is theoretical part, not practical. Page number 80. Communication through the internet is our lesson, and are you ready? Okay. Now I read each paragraph and explain. Communication through the internet. Internet, what is internet? It is an integral part in our life. Without internet we cannot live nowadays. Isn't it? Yes. Without internet illade namukku jeevikkan polum avilla. That is an integral part in our life. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റിലൂടെ എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം എക്സെട്ര. അപ്പോൾ നമ്മൾ ഈവൻ അവർ സ്റ്റഡീസ് ഓൾസോ, അല്ലെ, നമ്മൾ പഠിക്കുന്നതും കൂടി ഏതിലൂടെയാണ് ഇപ്പോൾ ഓൺലൈനായിട്ടാണ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ്. അല്ലേ? ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ പഠനം പോലും സാധ്യമാകുന്നത്. അപ്പോൾ നമുക്കതിനെ കുറിച്ചാണ് ഇനി പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ കമ്മ്യൂണിക്കേഷൻ ത്രൂ ദി ഇൻ്റർനെറ്റ്. ഫ്രം ദി ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇൻവെൻഷൻ, the World Wide Web, also called WWW, has spread its feet in all walks of human life. അല്ലേ? ജീവിതത്തിൻ്റെ, അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും പടർന്നു പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു മീഡിയയാണ് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ WWW, അല്ലേ? വേൾഡ് വൈഡ് വെബാണ് WWW എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. വേൾഡ് വൈഡ് വെബ്, WWW. അപ്പോൾ it is an integral part in our life. Nowadays, it is difficult to imagine a day without the internet. അല്ലേ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിത്തൗട്ട് ഇൻ്റർനെറ്റ് ഒരു ദിവസം പോലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. Our lives have become very much dependent on using the internet for various purposes. The most common reason for which the internet is used is to communicate with each other. It is the most popular means of communication. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അല്ലേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആരുമായിട്ടാണ്? വിത്ത് ദ വേൾഡ്. അല്ലേ? ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ്. അല്ലേ? വിത്തൗട്ട് ഇൻ്റർനെറ്റ് വി കനോട്ട് ലിവ്. അല്ലേ? അപ്പോൾ ഇതില്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഒന്നും കണ്ടുപിടിക്കാത്ത ഒരു സമയത്തെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ. ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ അസ് നൗഎഡേയ്സ്. ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അല്ലേ? നമുക്ക് വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ നമുക്ക് എന്താണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ എന്നാലും നമ്മൾ ആരുമായിട്ടും എന്തില്ല, കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയില്ല. ബിക്കോസ് ഇന്റർനെറ്റ് ഹെൽപ്സ് ടു ടച്ച് വിത്ത് അതേഴ്സ്. അല്ലേ? മറ്റുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഇൻ്റർനെറ്റാണ്. അല്ലേ?
That is next communication. The internet is the most popular means of communication today. Communication with people has become much easier with the use of internet. Earlier, people used to go to the post office to send letters. Now they can do it from their office or home using the internet. Even the receiver receives it in a few minutes anywhere in the world. Few minutes, കുറച്ച് സമയം കൊണ്ട് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നും നമുക്ക് വിവരങ്ങൾ അറിയിക്കാൻ കഴിയും. ത്രൂ ഇമെയിൽ ലെറ്ററുകൾ സെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനു മുമ്പ് കുറച്ച് മുമ്പ് വരെ എന്തായിരുന്നു, നമ്മൾ എന്ത് ചെയ്യണം, പോസ്റ്റ് ഓഫീസിൽ പോകണം. വി വാണ്ട് ടു ഗോ ടു പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ലെറ്റർ എഴുതാൻ ഇൻവെൻറ്റ് വാങ്ങണം, എന്നിട്ട് എഴുതണം, എഴുതിന് ശേഷം സ്റ്റാമ്പ് പേസ്റ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യണം, വർക്കുകൾ ചെയ്യണം. അതിന് ശേഷമാണ് ലെറ്റർ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചതിന് ശേഷം അവിടെ നിന്ന് അത് നമ്മളെ എത്തേണ്ട സ്ഥലത്ത് എത്തുകയുള്ളൂ അപ്പം അത്രയും സമയം അതിന് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണെങ്കിലോ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്ററുകൾ സെൻഡ് ചെയ്യാം. ഓൺ ദി സ്പോട്ടിൽ അത് റിസീവർക്ക് കിട്ടുകയും ചെയ്യും. ദാറ്റ് ഈസ് ദ ഫെസിലിറ്റി. ഓക്കെ, you can talk to others almost face to face over the internet. You can share your views, ideas, music, videos, etc. with a large number of friends by just one click. You can keep yourself updated on latest news and even add your comments to it. അതുപോലെ നിങ്ങൾക്ക് അത് മാത്രമല്ല, ലെറ്ററുകളും വിവരങ്ങളും മാത്രമല്ല, നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. That is the most important facility of communication through this internet. Then next, email. Email നമുക്ക് അറിയാം എന്തിനാണ്, for sending letters. And email is formed by the combination of two words. രണ്ട് വേർഡ്സിന്റെ കോമ്പിനേഷൻ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് മെയിൽ. ഇലക്ട്രോണിക് മെയിൽ ആണ് ഇമെയിൽ. ഇലക്ട്രോണിക് മെയിൽ ആണ് ഇമെയിൽ. നേരത്തെ പറഞ്ഞു നമ്മൾ ലെറ്ററുകൾ എഴുതാനൊക്കെ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ആഫ്റ്റർ ദി ഇൻവെൻഷൻ ഓഫ് ഇമെയിൽ വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം. ഇലക്ട്രോണിക് ആൻഡ് മെയിൽ, ഇലക്ട്രോണിക് ആൻഡ് മെയിൽ, ഈ രണ്ട് വേർഡ്സ് ചേർന്നിട്ടാണ് ഇമെയിൽ എന്ന വേർഡ് വന്നിട്ടുള്ളത്. യു ക്യാൻ സെൻഡ് എ മെസ്സേജ് from your computer to your friend's computer and vice versa using email services. You can also send computer files as attachments through the emails. ഇമെയിൽസിലൂടെ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഫയൽസിനെ അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യാം, അതുപോലെ ലെറ്ററുകൾ സെൻഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇമെയിലിലൂടെ സെൻഡ് ചെയ്യാം. ഇറ്റ് ഈസ് ഫാസ്റ്റ് ആൻഡ് ഈസ് ജനറലി ഡെലിവേർഡ് ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ആഫ്റ്റർ സെൻഡിങ്. An email can be sent anytime and anywhere in the world, and it can be sent to many people at a time. Some of the very popular websites that give you email services free of course are Gmail, Yahoo, Rediffmail, Hotmail, etc. You simply need to create an email account with any of these service providers. If you already have an email account, you can log into your email account to send and receive emails. Most of the free email service providers do not allow heavy files to be sent in one email. അപ്പോൾ ഇമെയിലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇമെയിൽ എന്ന വേർഡ് വന്നിട്ടുള്ളത് ഇലക്ട്രോണിക് മെയിൽ, ഇലക്ട്രോണിക് എന്ന പദത്തിൽ നിന്നും മെയിൽ എന്ന പദവും ചേർന്നിട്ടാണ് ഇമെയിൽ എന്ന വേർഡ് രൂപം കൊണ്ടിട്ടുള്ളത്. അതുപോലെ ഇമെയിൽ നമ്മൾ സെൻഡ് ചെയ്യണമെങ്കിലും റിസീവ് ചെയ്യണമെങ്കിലും സെൻഡ് ചെയ്യുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും എന്ത് വേണം, ഇമെയിൽ അഡ്രസ് ആവശ്യമാണ്.
അതുപോലെ ഇമെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സിനെയും ആവശ്യമാണ് അല്ലേ. അപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് മെയിൻലി ഏതൊക്കെയാണ്? ജിമെയിൽ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ ജിമെയിൽ, അതുപോലെ യാഹൂ, റെഡിറ്റ് മെയിൽ, ഇതെല്ലാം പ്രൊവൈഡേഴ്സ് ആണ്. ഇമെയിൽ പ്രൊവൈഡ് ചെയ്യുന്നവരാണ് ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇമെയിൽ പ്രൊവൈഡേഴ്സ് ആണ് ജിമെയിൽ, യാഹൂ, റെഡിറ്റ് മെയിൽ, എക്സെട്ര, ഹോട്ട്മെയിൽ എന്നിവ. ആൻഡ് സിംപ്ലി ഒരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നിട്ടാണ് നിങ്ങൾ മറ്റൊരു അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ലെറ്റേഴ്സ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സെൻഡ് ചെയ്യുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും ഇമെയിൽ അക്കൗണ്ട് നിർബന്ധമാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് പ്രൊവൈഡേഴ്സ്, ഈ പ്രൊവൈഡേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി, പ്രൊവൈഡേഴ്സിൻ്റെ സഹായത്തോടെ, അല്ലെങ്കിൽ പ്രൊവൈഡേഴ്സ് അതിൻ്റെ അറിവോട് കൂടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾ യു വാണ്ട് ടു ക്രിയേറ്റ് ആൻ ഇമെയിൽ അക്കൗണ്ട്, എല്ലാവർക്കും ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇമെയിൽസ് സെൻഡ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഇതൊരു ഇമെയിലിലൂടെ നമുക്ക് ലെറ്ററുകൾ അയക്കാം. ലെറ്ററുകൾ മാത്രമല്ല, വീഡിയോസ്, ഫോട്ടോസ്, അവർ ഫയൽ അറ്റാച്ച്മെൻറ്റ്സ് ആയിട്ട് നമുക്കെല്ലാം സെൻഡ് ചെയ്യാം. പക്ഷേ കൂടുതലായിട്ട് സെൻഡ് ചെയ്യാൻ ഒരു പ്രൊവൈഡേഴ്സും സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് മോസ്റ്റ് ഓഫ് ദി ഫ്രീ ഇമെയിൽ സർവീസ്, ഇവരെല്ലാം ഫ്രീ ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്. ഡു നോട്ട് അലോ ഹെവി ഫയൽസ് സെൻഡ് ചെയ്യാൻ അലോ ചെയ്യുന്നില്ല. ഓക്കെ. ആൻഡ് ദ ഇൻബോക്സ് ഓഫ് ആൻ ഇമെയിൽ അക്കൗണ്ട് മേ ലുക്ക് ലൈക്ക്, ഈ ഫിഗർ പോലെയാണ്. ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ്. അക്കൗണ്ടിലുള്ള ഒരാൾക്ക് ഇൻബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ ഇതുപോലെ ഒരുപാട് ലെറ്ററുകൾ വന്ന് കിടക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾക്ക് ആവശ്യമുള്ള ലെറ്റർ ഏതാണോ അത് സെലക്ട് ചെയ്യാം, ഓപ്പൺ ചെയ്യാം, റീഡ് ചെയ്യാം, റിപ്ലൈ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഇൻബോക്സ്. ഇഫ് യു ഹാവ് ടൈം, നിങ്ങൾ ഫോണിൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കാവും, എഴുതാനും പഠിക്കാനും ഒക്കെ ഉണ്ടാവും. ഫോണ് അധികമായിട്ട് യൂസ് ചെയ്യരുത്. ഇനി അഥവാ കിട്ടുന്ന സമയത്ത് കുറച്ച് സമയം നമ്മൾ ഈ ജിമെയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക. ജിമെയിലിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ദെൻ വീഡിയോ കോൺഫറൻസിങ്. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെൻഡ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. പക്ഷേ ഇത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റ് മീഡിയാസ് ആണ് അല്ലേ, മെയിൻലി വാട്സപ്പ് അല്ലേ. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് വരുന്നത്, നെക്സ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത് വീഡിയോ കോൺഫറൻസിങ്. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് അല്ലേ. വി ഹാവ് മോർ ഫെസിലിറ്റീസ് ഈവൻ നൗ. അതായത് ഇപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ് അല്ലേ. because we are stay at home അല്ലേ, വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മീഡിയ, മീറ്റിംഗ്സുകൾ, കോൺഫറൻസുകളിൽ പങ്കെടുക്കണമെങ്കിൽ ഏറ്റവും നല്ല മീഡിയയാണ് വീഡിയോ കോൺഫറൻസ്. You must have tapped on telephones and mobile quite a lot. But how would you feel if you could also see the person with whom you are talking? This technique of watching the person by talking to him, her, by using computer is called video conferencing. In video conferencing, there can be more than two persons at different locations simultaneously watching and talking to each other. അറിയാലോ വീഡിയോ കോൺഫറൻസിങ് എന്താണ്, നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. എന്താണ്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളെ നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാം അല്ലേ. ഇപ്പോൾ ഒരാളെ മാത്രമല്ല, ഒരുപാട് പേര് നമുക്ക് ഒന്നിച്ച് കാണാനും സംസാരിക്കാനും പറ്റും. ദാറ്റ് ഈസ് ദ ഫെസിലിറ്റി. And like most computer-based communication methods for video conferencing, also use
you should be connected to the internet. In addition to the internet, you need to have a webcam and a microphone connected to your computer. എന്തൊക്കെ വേണം വീഡിയോ കോൺഫറൻസിംഗ്? വെബ്ക്യാം, ഒരു വെബ് ക്യാമറ വേണം. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു മൈക്രോഫോൺ അല്ലേ? വീഡിയോ കോൺഫറൻസിംഗ് ഹാസ് proved to be quite useful. അതുപോലെ ഇത് യൂസ്ഫുൾ ആണ്. Representatives of organizations located at different places can get in touch with each other face to face. Knowledge of teachers can be brought to remote areas. Video conferencing can help surgeons guide surgeries happening in different parts of the world from their own hospitals. Even deaf and hearing impaired people can now communicate with each other using sign language of video conference. Most of the online chat service providers give a facility of video chat and video conference. There are various kinds of software also available which allow you to conduct video conferences. Some popular video conferencing software packages are TrueConf, Meeting.io, etc. അപ്പോൾ ചില വീഡിയോ കോൺഫറൻസിങ്ങിന് മാത്രമായിട്ടുള്ള ചില പാക്കേജുകളുണ്ട്. ആ ഒരു പാക്കേജിൻ്റെ ഒരു എക്സാമ്പിളാണ് TrueConf. ഓക്കെ, TrueConf കോൺഫറൻസ് പങ്കെടുക്കാനുള്ള അതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു നമ്മൾ സൂം ആപ്പ് യൂസ് ചെയ്യും അല്ലേ? സൂം ആപ്പ് ഇതിനു വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ആപ്പാണ്. അതുപോലെ TrueConf അല്ലേ? TrueConf ആണ് ഒന്ന്. അതുപോലെ Meetings.io, Meetings.io ഇതുപോലെ മറ്റൊരു മീഡിയ പാക്കേജാണ്, സോഫ്റ്റ്വെയറാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഒരുപാട് സൗകര്യങ്ങളിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ടീച്ചേഴ്സിന് ഇതുപോലെ ക്ലാസ്സുകൾ അവരുടെ നോളജ് കുട്ടികളിലേക്ക് എത്തിക്കാൻ ഇത് വളരെ സൗകര്യപ്രദമാണ്. ഹോസ്പിറ്റൽസിൽ ഇത് വളരെ സൗകര്യപ്രദമാണ്. ഫോർ കണ്ടക്ടിങ് സർജറീസ് അല്ലേ? സർജറികൾ കണ്ടക്ട് ചെയ്യുമ്പോൾ മറ്റു ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പ് ഇതിലൂടെ എന്താണ് സാധ്യമാകുന്നു. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിലൂടെ സാധ്യമാകുന്നു. ഓക്കെ, ആൻഡ് it is another important communication medium. Then next, voice over internet protocol. Voice over internet protocol, VoIP. 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 കണ്ടാൽ ഇതെന്താണ്? വോയിസ് ഓവർ internet protocol. ഇതാണ് VoIP or voice over internet protocol. Voice over internet protocol is a technology that gives a calling facility over the internet. It is basically used for voice communication over internet protocol networks such as the internet. Voice communication വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ് voice over internet protocol. The main difference between VoIP and video conferencing is that VoIP or voice over internet protocol, you may or may not see live recording of the call. Okay, you may or may not see the live recording of the caller. If the live recording or live video is not seen, the still image saved by the caller will be seen on the VoIP screen. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്ന മീഡിയയാണ് ഏത്? വീഡിയോ കോൺഫറൻസിങ് മീഡിയ. ആൻഡ് VoIP എന്ന് പറയുന്നത് ദാറ്റ് ഈസ് we can communicate with voice communication ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പോൾ വോയിസ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന VoIP ആൻഡ് വീഡിയോ കോൺഫറൻസിംഗ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? ഇറ്റ് may or may not see live recording. Okay, live recordings കാണാൻ വീണ്ടും കാണാനുള്ള സൗകര്യം VoIP പ്രൊവൈഡ് ചെയ്യുന്നു. VoIP മീൻസ് VoIP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. If the live video is not seen, the still image saved by the caller will be seen on the VoIP screen. VoIP screenൽ അതെന്ത് ചെയ്യും? Still save ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും. Okay. VoIP is available on smartphones, personal computers, laptop, and other hardware devices that can access the internet. The use of VoIP has become popular as it has many advantages. Some of the advantages are VoIPന്റെ ചില advantages ആണ് പറയുന്നത്. സ്മാർട്ട്ഫോണുകളിൽ യൂസ് ചെയ്യാം, അതുപോലെ ലാപ്ടോപ്പുകളിൽ യൂസ് ചെയ്യാം, മറ്റ് ഹാർഡ്വെയർ ഡിവൈസുകളിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് VoIP. പിന്നെ ഇതിൻ്റെ ചില അഡ്വാൻറ്റേജസ്, ഒന്നാമത്തേത് ലോ കോസ്റ്റ്ലി ആണ്. ലോ കോസ്റ്റ് ഇത് കോസ്റ്റ്ലി അല്ല. ദെൻ ഈസി ടു മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. ഈസി ടു മെയിൻറ്റെയിൻ കൊണ്ട് നടക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള ഒരു പാക്കേജാണ്. ദെൻ VoIP to VoIP calls are generally free. VoIP to VoIP ആണെങ്കിൽ എന്താണ്? ഫ്രീ കോൾസ് ആണ്. VoIP services can be used to connect to landlines and mobiles, also upon payment of call charges. VoIP services also have some disadvantages. ഇതിനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഏതൊക്കെയാണ്? ലോസ് ഓഫ് ഡാറ്റ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ലെസ് റിലയബിൾ അല്ല. അതുപോലെ ഡിലേ ഡ്യൂ ടു ഹെവി ഇന്റർനെറ്റ് ട്രാഫിക് വരാം. ഇന്റർനെറ്റ് ട്രാഫിക് വരുമ്പോൾ എന്താവാൻ സാധ്യതയുണ്ട്? ഡിലേ വരാൻ സാധ്യതയുണ്ട്. നോൺ കണക്ടിവിറ്റി ടു റൂറൽ ഏരിയാസിലൊന്നും ഇതിന് കണക്ഷൻ ഉണ്ടാവില്ല. ദെൻ പോസിബിലിറ്റി ഓഫ് ഹാക്കിംഗ്, ഡാറ്റകൾ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പോസിബിലിറ്റി ഓഫ് ഹാക്കിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വിലയേറിയ ഇൻഫർമേഷൻസ് ആണ് കൈമാറുന്നതെങ്കിൽ അത് ആരെങ്കിലും ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് കേൾക്കാൻ ഇടവരുന്നതാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയ ഉപയോഗിച്ച് കേൾക്കാൻ ഇടവരുന്നതാണ് ഹാക്കിംഗ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അഡ്വാൻറ്റേജിനേക്കാൾ കൂടുതൽ ഡിസഡ്വാൻറ്റേജസ് ആണ് പോയിട്ടുള്ളത്. ലോസ് ഓഫ് ഡാറ്റ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ലെസ് റിലയബിൾ, ഡിലേ ഡ്യൂ ടു ലെസ് കണക്ഷൻ ഓർ ഹെവി ട്രാഫിക്, ദെൻ നോൺ കണക്ടിവിറ്റി ഡ്യൂ ടു ഇൻ റൂറൽ ഏരിയാസ്, ദെൻ പോസിബിലിറ്റി ഓഫ് ഹാക്കിംഗ്. ഇത്രയും ഡിസഡ്വാൻറ്റേജസും ഈ ഒരു VoIPന് ഉണ്ട്. The most common and popular VoIP services used in India is Skype and Google Talk. The VoIP stream of Skype looks as shown in figure 6.2. Skype നമുക്ക് സംസാരിക്കാവുന്നതാണ് ഇതുപോലെ. Like this picture in your textbook. Okay. Then next chatting. Next വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി ആണ് chatting. Chatting is one of the most important and most interesting for you, isn't it? Okay, the chat means the conversation that takes place in a friendly atmosphere. A friendly atmosphere il namukku communicate cheyan pattum, simply communicate cheyan pattum. That is very interesting le, adondanne adu valare interesting aanu, ellarkum valiya ishtamanu le. And online chat refers to communication in form of short messages over the internet, just like SMS services on mobiles. Online chat refers to communication in the form of
short messages over the internet, just like SMS services on mobiles. മൊബൈലിൽ SMS ചെയ്യുന്നത് പോലെ വളരെ സിമ്പിളായിട്ട് സിംപ്ലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജാണ് അല്ലെങ്കിൽ ഒരു മീഡിയ ആണ് ചാറ്റിംഗ്. Then it can be one-to-one chat or one-to-many chat. One-to-one മാത്രമല്ല, ഗ്രൂപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ, കുറേ കാര്യങ്ങളും ഒരേ സമയം നമുക്ക് ചാറ്റ് ചെയ്യാം. ആൻഡ് chatting has helped in free talk among people from different corners of the world. It has increased the typing speed of users. അതുപോലെ നമ്മുടെ ടൈപ്പിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യും അല്ലേ, ദാറ്റ് ഈസ് one of the most important thing. Then it has encouraged the use of shorthand as well as the introduction of acronyms. Okay, simple words use ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ സിംപ്ലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയയാണ് ദിസ് ചാറ്റിംഗ്. And in 1973, Doug Brown and David R. Bulley created a system where persons could chat while sitting in front of their computers. Inspired by the automatic typing system, they named their system Tacomat. Okay, ഈ രണ്ട് വ്യക്തികളാണ്. Okay, these two persons ആരൊക്കെയാണ്? Doug Brown, അതുപോലെ വൂളെ അല്ലേ, ഡേവിഡ് ആർ വൂളെ. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് അവരുടെ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കുമ്പോൾ തമ്മിൽ എന്ത് ചെയ്തു, സിസ്റ്റത്തിന് മുന്നിലിരുന്ന് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള സംവിധാനം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തുടങ്ങിയത് ഇവരാണ്. അപ്പോൾ ദിറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇൻട്രസ്റ്റിംഗ് ആയി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, ടാക്കോമാറ്റിക് എന്നുള്ള ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ടാക്കോമാറ്റിക്. അപ്പോൾ ഫസ്റ്റ് ചാറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സിസ്റ്റമാണ് ടാക്കോമാറ്റിക്. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതൊന്നല്ല, ഫസ്റ്റ് സിസ്റ്റം ടാക്കോമാറ്റിക് ആണ്. ഡഗ് ബ്രൗൺ ആൻഡ് ഡേവിഡ് ആർ ബൂളെ, ഈ രണ്ട് വ്യക്തികളാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഡഗ് ബ്രൗൺ ആൻഡ് ഡേവിഡ് ആർ ബൂളെ ആർ ദി ഇൻവെന്റേഴ്സ് ഓഫ് ടാക്കോമാറ്റിക്. Persons could chat while sitting in front of their സിസ്റ്റം. അവരുടെ സിസ്റ്റത്തിന് മുന്നിൽ നിന്ന് തന്നെ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി. അപ്പോൾ they developed this Tacomatic. Inspired by this automatic talking system, ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് അവർക്ക് ഇൻസ്പിറേഷൻ കൊടുത്തത്. and then they introduced Tacomatic. അങ്ങനെ അവർ ആ സിസ്റ്റത്തിന് പേര് കൊടുത്തതാണ് Tacomatic. Some of the popular online chat programs used on computers are, നമുക്കറിയാം നമ്മളെപ്പോഴും ചാറ്റ് ചെയ്യുന്നത് അല്ലേ, ഗൂഗിൾ ടോക്ക്, അതുപോലെ യാഹൂ മെസ്സഞ്ചർ, ലൈവ് ചാറ്റ്, പ്യൂർ ചാറ്റ്, etc. Some of the popular online chat programs used on mobiles are WhatsApp, Talk, Viber, WeChat, Chaton, etc. Okay, ഒരുപാട് ചാറ്റിംഗ് സർവീസസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് എക്സാമ്പിൾസ്. ടോക്ക്, വൈബർ, WeChat, ചാറ്റോൺ, ഇതെല്ലാം മൊബൈൽ ചാറ്റിംഗ് സർവീസ് പ്രൊവൈഡേഴ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ, ഇൻ്റർനെറ്റിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ ഫസ്റ്റ് പഠിച്ചത് ലെറ്റേഴ്സ് ആണ്. ലെറ്റേഴ്സ് ദാറ്റ് ഈസ് ഇലക്ട്രോണിക് മെയിൽ, ഇമെയിൽ അല്ലേ, ഇമെയിലാണ് പറഞ്ഞത്. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുന്നത് ഇമെയിലാണ്. അപ്പോൾ ഇമെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇമെയിലുള്ള വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് രണ്ട് വേർഡ്സിൽ നിന്നാണ്, ഇലക്ട്രോണിക് ആൻഡ് മെയിൽ അല്ലേ, രണ്ട് വേർഡ്സിൽ നിന്നാണ് ഇമെയിൽ ഡെവലപ്പ് ചെയ്തത്. അതുപോലെ ഇമെയിൽ സർവീസ്
പ്രൊവൈഡേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ ഇമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് റിസീവർ ഓർ ആൻഡ് സെൻഡർ ഓർ ബോത്ത് ഹാവ് ആൻ ഇമെയിൽ അക്കൗണ്ട്. രണ്ട് പേർക്കും ഇമെയിൽ അക്കൗണ്ട് ആവശ്യമാണ് അല്ലേ. ആൻഡ് ദെൻ വി ഡിസ്കസ് അബൌട്ട് വീഡിയോ കോൺഫറൻസിങ്. മറ്റൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ ആണ് വീഡിയോ കോൺഫറൻസിങ്. അതിൻ്റെ ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കറിയാം അല്ലേ. ആൻഡ് വീഡിയോ കോൺഫറൻസിങ് പ്രൊവൈഡ് ചെയ്യുന്ന ചില പാക്കേജുകളാണ് ട്രൂകോൺഫ്, meetings.io എന്നിവ. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നത് സൂം ആപ്പാണ് അല്ലേ. അതുപോലെ മറ്റ് ആപ്പുകളും ഒരുപാട് ആപ്പുകൾ ഉണ്ട്. ആൻഡ് വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ ഒരുപാട് ഗുണങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. all of you read that very well. And then next വോയിസ് ഓവർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, വോയിസ് അല്ലേ. അതായത് വോയിസ് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സാധ്യമാക്കുന്ന കോൺഫറൻസ് മീറ്റിങ്സുകൾ നമുക്ക് സംസാരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി പ്രത്യേകത നമ്മൾ പറഞ്ഞു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് കണ്ടുകൊണ്ട് സംസാരിക്കാം. അതുപോലെ തന്നെ ഇനി അത് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും നമ്മളെ സിസ്റ്റത്തിൽ. അതായത് നമുക്ക് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ മറ്റ് ഏത് ഹാർഡ്വെയർ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനെക്കുറിച്ച് അഡ്വാൻറ്റേജസ് ഓൾസോ വി ഡിസ്കസ്ഡ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓൾസോ അല്ലേ. അഡ്വാൻറ്റേജ് ഇത് ലോ കോസ്റ്റ് ആണ്, കോസ്റ്റ്ലി അല്ല. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. പക്ഷേ എന്താണ്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി നല്ലവണ്ണം ആവശ്യമാണ്. റൂറൽ ഏരിയാസിൽ ഇത് കിട്ടാൻ സാധ്യതയില്ല. അതുപോലെ റിലയബിൾ അല്ല. അതുപോലെ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഡാറ്റ ഒരുപാട് നഷ്ടപ്പെടും. ഇതെല്ലാം ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ആൻഡ് ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ചാറ്റിംഗ്. ചാറ്റിംഗ് നമുക്കറിയാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ രണ്ട് പേഴ്സൺസ് ആണ്. ദാറ്റ് ഈസ് ഡഗ് ആൻഡ് ഡേവിഡ് ആർ ഗുഡൻ. They introduced ടാക്കോമാറ്റിക്. ടാക്കോമാറ്റിക് എന്നുള്ള പാക്കേജ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് കൂടിയിട്ടാണ് ഇതുപോലെയുള്ള മറ്റ് പാക്കേജുകൾ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ മൊബൈലിൽ നമുക്ക് വാട്സപ്പ് പോലെയുള്ള ഒരുപാട് പാക്കേജുകളുണ്ട്. ടോക്ക്, വൈബർ, വിചാറ്റ്, ചാറ്റോണ്, ലൈക്ക് ദാറ്റ് അല്ലേ. ഒരുപാട് ആൻഡ് കമ്പ്യൂട്ടർ ഓൾസോ യാഹൂ മെസ്സഞ്ചർ, ഗൂഗിൾ ടോക്ക്, അങ്ങനെ ഒരുപാട് പാക്കേജുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് മറ്റൊരു കമ്മ്യൂണിക്കേഷൻ മീഡിയ നമ്മൾ പഠിച്ചത്. വൺസ് അഗൈൻ ഇലക്ട്രോണിക് മെയിൽ, ദെൻ സെക്കൻഡ് വൺ വീഡിയോ കോൺഫറൻസിങ്, ദെൻ നെക്സ്റ്റ് ചാറ്റ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓൾ ഓഫ് യു റീഡ് ദാറ്റ്. തിയറിറ്റിക്കലാണെന്നോ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്, അതുപോലെ ഈ സ്പെഷ്യൽ പേഴ്സൺസ്, ഇത്രയൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഓൾസോ. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ്ങിൻ്റെ ഉപയോഗങ്ങൾ, യൂസസ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. അതുപോലെ ചാറ്റിങ്ങിൻ്റെ യൂസസ്. അപ്പോൾ all of you read that part very well. And now we want to conclude our lesson. Okay, see you again. Thank you.